രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി അയാൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. നോക്കൂ, റിലേഷൻഷിപ്പിലായിരുന്നിരിക്കണം, പ്രണയബന്ധത്തിൽ നിന്ന് അയാൾ എന്ന് നമുക്ക് തോന്നുകയാണ്. അയാൾ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. എന്തായാലും അതിൻ്റെ ഒരു ഘട്ടത്തിൽ അയാൾക്ക് ആ സ്ത്രീയിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാകണം എന്ന് തോന്നുകയാണ്. ആ ചാറ്റ് അങ്ങനെയാണല്ലോ. ഇതിൽ ഏറ്റവും തമാശ പ്രണയത്തിൻ്റെ ഉദാത്ത ഭാവമാണ് അത് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടരെയും നമ്മൾ ഇന്ന് ഈ പകലിൽ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ഉദാത്തമായ പ്രണയത്തിൽ മാത്രമേ ഒരു സ്ത്രീയോട് പുരുഷൻ ഒരു കുഞ്ഞ് വേണമെന്നൊക്കെ പറയുകയുള്ളൂ. എന്താ തന്നെയായാലും അങ്ങനെ അയാൾ പറയുന്നു, ഒരു കുഞ്ഞ് വേണമെന്ന് പറയുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ അത് വേണ്ട, ഗർഭചിത്രം നടത്തണമെന്ന് ആ സ്ത്രീയോട് പറയുന്നു. അപ്പോഴേക്കും അവൾ അതിൽ അല്പം വൈകാരികമായി ഇടപെടൽ നടത്തി കഴിഞ്ഞ് അവൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് വൈകാരികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ അയാളെ അറിയിക്കുന്നു. പക്ഷേ അയാൾ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ ആ ഓഡിയോയിൽ കേട്ടതാണ്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് സൗകര്യമുള്ളപ്പോൾ പ്രതികരിക്കും, വിശദീകരിക്കും എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാളുടെ സൗകര്യം, അയാളുടെ താല്പര്യം, അതിനപ്പുറത്തേക്ക് അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ, അതൊരാൾ മാത്രമല്ല, ഇതിനോടകം തന്നെ അത് തെളിവുകൾ സഹിതം പുറത്തു വരികയും ചെയ്തു. ഒന്നിലധികം പേർ. ഈ വ്യക്തിയുടെ അടുത്തേക്ക് ഇനിയും സ്ത്രീകൾക്ക് കടന്നു ചെല്ലണം. ഒരു MLA കൂടിയാണ് അയാൾ. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ പൊതുസമൂഹം സമീപിക്കേണ്ടത്? MLA എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും ഒരു പൊതുസമൂഹത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യരെന്നുള്ള നിലയ്ക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് കാണിക്കേണ്ടുന്ന സാമാന്യ മര്യാദ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പുറം നിൽക്കുന്ന സ്ത്രീയോട് അങ്ങനൊരു കാര്യം അവരുന്നയിക്കുന്ന സമയത്ത് അതെന്താണെന്ന് വിശദീകരിക്കേണ്ടുന്നത് ഈ നാട്ടിലെ എല്ലാ പൗരരുടെയും ധർമ്മമാണ്. അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ തൻ്റെ ഭാഗം വിശദീകരിക്കുക എന്നുള്ളത്, അത് വിശദീകരിക്കാൻ അയാൾ തയ്യാറായിട്ടേ ഇല്ല. അതുപോലെ തന്നെ ആ ബന്ധത്തിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ, രണ്ടുപേർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയുന്ന സമയത്ത് എന്താണ് അതിനകത്ത് സംഭവിച്ചത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതും പറയാൻ സന്നദ്ധമാവുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നാളെ നവംബർ 25 സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള ഇൻറ്റൻസ് ക്യാമ്പയിൻ തുടങ്ങാൻ വേണ്ടി പോകുന്ന ദിവസമാണ്. നവംബർ 25 നിർഭയ ദിനം തൊട്ട് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം വരെയുള്ള ദിവസങ്ങൾ ഈ രാജ്യത്തിനകത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ, ഇൻറ്റൻസ് ക്യാമ്പയിൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ ക്യാമ്പയിൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കേരളത്തിൽ നിന്ന് ഇങ്ങനെയൊരു വാർത്ത ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത ജനങ്ങളെപ്പോലും തല താഴ്ത്തി അപമാനിതരായിട്ട് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. അങ്ങനെ ഒരു ജനപ്രതിനിധി ഇരിക്കുന്ന ഒരു സംസ്ഥാന അസംബ്ലി ഉള്ള ഒരു സംസ്ഥാനത്തിനകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ സ്വയം അപമാനിതരാകേണ്ടി വരുന്നൊരവസ്ഥ.